ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനിയും ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് വെച്ച് നോക്കൂ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 1 കിലോ എല്ലോട് കൂടിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഇനി ഒരു പാൻ നമുക്ക് അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ ഒരു 2.5 സ്പൂൺ മുളക് പൊടിയും 3 സ്പൂൺ മല്ലിപ്പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഗരം മസാലയും കൂടിയിട്ട് നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമേ. നമുക്ക് അത് തണുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസെല്ലാം ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു വേറെ ഒരു പാത്രത്തിനകത്തോട്ടിട്ട് അടച്ചു വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് 1 സ്പൂൺ കുരുമുളക്, ഏലക്ക, തക്കോല, ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചുകൊണ്ട് വന്ന് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാമേ. ഇനി നമുക്കൊരു പാനിനകത്തോട്ട് അല്പം എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നല്ല ജീരകമാണ് ഞാൻ ഇട്ട് കൊടുത്തത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം അതും കൂടി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് 1/2 കപ്പ് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെ പച്ചമണം എല്ലാം മാറി കഴിയുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് ഒരു 4 സവാള നീളത്തിൽ അരിഞ്ഞതും ഉപ്പും കരിയാപ്പിലയും കൂടിയിട്ട് ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാമേ. ഇതെല്ലാം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് നമ്മളെ പുരട്ടി വെച്ചിരുന്ന ചിക്കനില്ലേ അതും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി, 2 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലകളെല്ലാം എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ നമുക്കൊരു 5-6 സെക്കൻഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വെക്കാമേ. 5-6 മിനിറ്റ് വീണ്ടും ചെറിയ തീയിൽ ഇത് അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേന് ചിക്കനിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഊറി വരാൻ തുടങ്ങുമേ. ഇപ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം, ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കൻ മസാല പുരട്ടി വെക്കാൻ നേരം ഉള്ളി വരട്ടിയപ്പോഴും അല്ലേ നമ്മൾ ഉപ്പ് ചേർത്തുള്ളൂ. അപ്പോൾ ആ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം വീണ്ടും നന്നായി ഇളക്കി ഇതായി പരുവാക്കി എടുക്കണേ. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് അല്പം പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ഇട്ട് അല്പം മല്ലിയിലയും കൂടെ തൂക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള തരി ചിക്കൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എന്തിനേറെ പറയുന്നത് നമ്മുടെ ചോറിന് വരെയും പറ്റിയൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. തയ്യാറാക്കിയാൽ തന്നെ പോരാ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ വീണ്ടും വരാം. ഓക്കെ, ബൈ.